കർത്താവിന്റെ വചനത്തിലേക്ക് നമുക്ക് ഇന്ന് രാവിലെ ആയിരിക്കാം. हम परमेश्वर के वचन में आज सुबह में प्रवेश करते हैं. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം ഇൻ ക്രൈസ്റ്റ് എന്ന വിഷയത്തെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയായിരുന്നു. पिछले दिनों में हम मसीह में विषय पर हम सीख रहे थे, समझ रहे थे. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് സഭയോട് സംസാരിക്കാൻ തന്നിരിക്കുന്ന ദൂത് ആമേൻ how to maintain the fellowship in Christ എന്ന വിഷയത്തെക്കുറിച്ചാണ്. आज सुबह में पवित्र आत्मा ने हमें दिया हुआ विषय ये है कि हम कैसे मसीह में उस रिश्ते को हम लगातार स्तर रख सकते हैं. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം, how to maintain the fellowship with Christ or how to maintain the fellowship in Christ. मैं फिर से आपको बताना चाहूंगा कि हम पवित्र मसीह में हमारे संगति को हम कैसे ठीक रख सकते हैं. നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണമെന്ന്? आप में से कितने लोग चाहते हैं कि मसीह के साथ में रिश्ते को आपको लगातार स्थिर रखना है? കൊലോസ്യ ലേഖനത്തിലെ ഒരു വാക്യം നമുക്ക് വളരെ സുപരിചിതമായ വാക്യമാണ്. ഒന്നുകൂടെ ഞാൻ വായിക്കാം. हम मिलके एक बार फिर से पढ़ेंगे कोलोसियों की पत्री, एक वचन जो हमें हमेशा पता है. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. कोलोसियों की पत्री 2रा अध्याय उसका 6वां वचन. ആകയാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. इसलिए जैसे तुमने मसीह यीशु को प्रभु करके ग्रहण कर लिया है वैसे ही उसी में चलते रहो. उसी में चलते रहो. അവനിൽ തന്നെ സഞ്ചരിക്കുക. उसी में चलते रहो. അവനിൽ തന്നെ നടക്കുക. അത് ഒരു വളരെ പ്രധാനപ്പെട്ട ചിന്തയാണ്. वो एक बड़ा जरूरी सोच है. ഒരു സാധനം വാങ്ങിക്കാൻ ഈസിയാണ്, പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ്. एक सामान खरीदना आसान है बल्कि उसको संभालना बहुत मुश्किल है. ഒരു കാർ വാങ്ങിക്കാൻ ഈസിയാണ്, एक कार खरीदना आसान है പക്ഷെ മെയിൻറ്റനൻസ് പാടാണ്. बल्कि उसको संभालना बहुत मुश्किल है. വിവാഹം കഴിക്കാൻ എളുപ്പമാണ്, विवाह करना आसान है, പക്ഷെ വിവാഹ ജീവിതം മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാൻ പാടാണ്. बल्कि शादीशुदा जिंदगी उसको संभालना बड़ा मुश्किल है. ആമേൻ. ഇതുപോലെയാണ് ക്രിസ്തീയ ജീവിതവും. इसी प्रकार मसीही जीवन भी होता है. ക്രിസ്തീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ വളരെ ഈസിയാണ്, मसीही जीवन में प्रवेश करना बड़ा आसान പക്ഷെ है, ആ ബന്ധം നിലനിർത്തി കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അല്പം പ്രയാസമുള്ള കാര്യമാണ്. बल्कि उस रिश्ते को संभालना थोड़ा मुश्किल का बात है. ഞാൻ എന്റെ അനുഭവത്തിൽ ഓർമ്മയുണ്ട്, എനിക്ക് വളരെ വിലപ്പെട്ട പല സാധനങ്ങൾ പലരും എന്നിൽ നിന്നും ചോദിച്ചു വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. मैं सही तौर पे याद करता हूं कि मेरे लिए बड़ा जरूरी विषय चीजें जो हैं अनेक लोग मुझसे खरीद के लेके गए हैं. അവർ കൊണ്ടുപോയിട്ട് അവർ അതിനെ വേണ്ടും പോലെ ഉപയോഗിക്കാതെ ഇട്ടിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. मुझे दुख लगा है कि जब मेरे से अनमोल चीजों को वो मेरे हाथ से लेके गए और उसको ना संभालते हुए ऐसे ही पड़े रहे हैं. പ്രത്യേകിച്ച് സൗജന്യമായി ലഭിച്ചതാകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുവാൻ മെയിന്റനൻസിന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. खास करके जब हमें मुफ्त में मिलता है तब हम उसको संभालने के लिए हम उतना ध्यान नहीं देते हैं. ഒരു കാര്യം നാം സൂക്ഷിക്കണമെങ്കിൽ അതിനൊരു വില നാം കൊടുത്തു വാങ്ങിയെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ ഒത്തിരി കെയർ ചെയ്യത്തുള്ളൂ. अगर एक सामान को अगर हमें संभालना हो तो उसको मोल देके हम खरीदने से ही उसको हम संभालते हैं. ആമേൻ. നമ്മൾക്ക് സൗജന്യമായി ലഭിച്ച രക്ഷ, സൗജന്യമായി ലഭിച്ച അഭിഷേകം, അത് സൗജന്യമായ കാരണത്താൽ പലരും അതിനെ മെയിൻറ്റെയിൻ ചെയ്യാത്തതിന്റെ കാര്യങ്ങൾ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. मैं कई जगह में ऐसे देखा हूं कि मुफ्त में मिलने वाला जो अभिषेक है, आशीष है, हम उसको संभालते नहीं हैं. ആമേൻ. നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടെന്ന് പറയുന്നത് നിങ്ങളുടെ വീടോ നിങ്ങളുടെ കാറോ നിങ്ങളുടെ കയ്യിരിക്കുന്ന ഓർണമെന്റ്സോ അല്ല. आपको सबसे अनमोल बात ये कुछ नहीं है जो आपके घर में आपके जीवन में है, जो घर है या कार है, गाड़ी है, ऐसा कुछ भी नहीं है. നിർഭാഗ്യവശാൽ നമ്മൾ ഇതിനൊക്കെയാണ് മെയിന്റനൻസിന് വേണ്ടി ഒത്തിരി ശ്രദ്ധിക്കുന്നത്. मैं हमेशा देखता हूं कि इन चीजों के लिए हम ज्यादा संभालने के लिए समय निकालते हैं. ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും വീട് എല്ലാവരും തൂക്കാറുണ്ടായിരിക്കും. हफ्ते में कम से कम 3 बार घर को हमें सब लोग झाड़ू करते होंगे. എല്ലാ ദിവസവും തൂക്കുന്ന ആളുകളാണ് അധികവും. सबसे ज्यादा लोग ऐसे हैं कि रोज झाड़ू मारते हैं. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ കാർ നിങ്ങൾ കഴുകുന്നുണ്ടായിരിക്കാം. हफ्ते में कम से कम एक बार आप आपके गाड़ी को साफ धोते होंगे. നിങ്ങളുടെ ഓർണമെന്റ്സ്, നിങ്ങൾ വളരെ വിലപ്പെട്ട ഓർണമെന്റ്സ് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് പ്രത്യേക നിലയിലായിരിക്കാം. शायद आपके घर के अंदर आप सबसे 72
बेहतर तरीके में आपके जो सोना चांदी का जो चीजें हैं संभालते होंगे। വീട്ടിലെ പത്രം കിടക്കുന്നത് പോലെയല്ല നിങ്ങളുടെ വിലപ്പെട്ട ആഭരണങ്ങൾ കിടക്കുന്നത്. घर में जैसे अखबार पड़ा है वैसा नहीं है कि आपके जो गहने पड़े हैं। എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് വിലപ്പെട്ടതായത്? ये चीजें आपके जीवन में इतना अनमोल क्यों हुआ है? നിങ്ങൾ അത് വില കൊടുത്ത് വാങ്ങിച്ചതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഇതിനെ സൂക്ഷിക്കുന്നത്. क्योंकि आपने मोल दे के उसको खरीदा है, इसलिए आप उसको संभालते हैं। ഞാനൊരു കാര്യം പറയട്ടെ. बल्कि मैं आपको एक बात बताऊंगा। നിന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള സാധനം ഏതെന്ന് ഞാൻ പറയാം. आपके जीवन में सबसे अनमोल चीज क्या है करके मैं बताता അത് हूँ। നിന്റെ കാർ അല്ല, वो आपका गाड़ी नहीं है, നിന്റെ ഡയമണ്ട് നെക്ലസ് അല്ല, आपका डायमंड का जो नेकलेस है वो नहीं है। തന്റെ പുത്രന്റെ രക്തത്താൽ നിന്റെ മേൽ ദൈവം തന്ന രക്ഷയാണ്, അഭിഷേകമാണ് ഏറ്റവും വിലപ്പെട്ടത്. अपने पुत्र मसीह यीशु के लहू से परमेश्वर ने आपको दिया हुआ उद्धार और अभिषेक है आपके जीवन में अनमोल നിങ്ങൾ बात। എത്ര പേര് ആ അഭിഷേകത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്? आप में से कितने लोग उस अभिषेक को संभालते हैं? നിങ്ങൾ എത്ര പേർ നിങ്ങളുടെ സാൽവേഷനെ സൂക്ഷിക്കുന്നുണ്ട്? आप में से कितने लोग आपके उद्धार को संभालते हैं? കർത്താവിന്റെ ദാസൻ ആൻസൺ പാസ്റ്റർ ഇപ്പോൾ ഒരു മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. प्रभु के दास एंसन पास्टर अभी एक मीटिंग चलाते हैं। ആ മീറ്റിംഗിന്റെ പേര് ശരീരം വിട്ടുകൊടുത്തവരെന്നാണ്. उस मीटिंग का उसका नाम ऐसा है कि शरीर को जिन्होंने दे दिया है। എത്ര പേർ നിങ്ങളുടെ ശുശ്രൂഷകളെ, നിങ്ങളുടെ സാൽവേഷനെ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഓർണമെന്റുകളെക്കാൾ പവിത്രമായി സൂക്ഷിക്കുന്നുണ്ട്? आप में से कितने लोग आपके उद्धार को और आपके अभिषेक को आपके हाथों में पड़े हुए गहनों से ज्यादा अनमोल मानते हैं? പൗലോസ് ഇവിടെ പറയുന്നു, पौलुस यहाँ पे बोलते हैं, ആകയാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മ മെയിൻറ്റെയിൻ ചെയ്തു പോവുക. इसलिए जैसे तुमने मसीह यीशु को प्रभु के करके ग्रहण कर लिया है वैसे ही उसी में चलते रहो। വേണമെങ്കിൽ ഇന്ന് രാവിലത്തെ മീറ്റിംഗിന് നിങ്ങൾക്ക് ഒരു തലക്കെട്ട് കൊടുക്കാം. जरूरत है तो आज के सुबह के मीटिंग को आप एक नाम दे सकते हो, കോസ്റ്റ് ഓഫ് ക്രൈസ്റ്റ് സെന്റേർഡ് ലൈഫ് സ്റ്റൈൽ. मसीह केंद्रित जीवन का मोल। ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിത ശൈലിക്ക് നിങ്ങൾ കൊടുക്കേണ്ട വില എന്താണ്? मसीह केंद्रित जीवन शैली के लिए आपको देने का मोल क्या है? സാൽവേഷൻ ഫ്രീ ആണ് പ്രിയപ്പെട്ടവരെ. उद्धार जो है वो मुफ्त है, അഭിഷേകം ഫ്രീ ആണ് പ്രിയപ്പെട്ടവരെ. अभिषेक मुफ्त है मेरे प्रियो, കൃപാവരങ്ങൾ ഫ്രീ ആണ് പ്രിയപ്പെട്ടവരെ. और वरदान मुफ्त है मेरे प्रियो। പക്ഷേ ഡിസൈപ്പിൾഷിപ്പ് ഫ്രീ അല്ല. बल्कि जो चेला बनना है वो मुफ्त नहीं है। മെച്യൂരിറ്റി ഇൻ ക്രൈസ്റ്റ് എന്ന റലം ഫ്രീ അല്ല. मसीह में सिद्ध बनना वो अनुभव मुफ्त नहीं है। അങ്ങനെ ഒരു മെച്യൂറായ ഡിസൈപ്പിൾ ആകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, वैसे आप एक सिद्ध बने हुए एक चेला बनना आप चाहते हैं तो നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? आपको क्या करना है? How to maintain your Christian lifestyle in Christ. मसीह यीशु में आपके जीवन शैली को आपको कैसे संभालना है? നമ്മളിൽ ഒത്തിരി പേരുടെയും പ്രശ്നം, हम में से अनेक लोगों का परेशानी ये है, ഒരിക്കൽ കർത്താവിന്റെ ക്രൂശിനെ നോക്കി യെസ് പറഞ്ഞവരാണ്. एक बार हम मसीह के क्रूस को देखकर हाँ बोले हैं। ആമേൻ. ഒരിക്കൽ മാത്രമേ നമ്മൾ യെസ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. केवल एक बार हमने हाँ बोला है। ഏതോ ഒരു കൺവെൻഷനിൽ വെച്ച്, कोई एक कन्वेंशन के अंदर, ഏതോ ഒരു ക്രൂസൈഡിൽ വെച്ച് कोई एक क्रूसेड के अंदर നമ്മൾ പുത്രനോട് യെസ് പറഞ്ഞു. पुत्र को हमने बोला हाँ। ഓഫ് കോഴ്സ് അത് നല്ലതാണ്. सच में वो सही है, अच्छा है, അവിടെയാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. वहां पे आपका उद्धार हुआ था। പക്ഷേ നിങ്ങൾ പിന്നീട് ഒരിക്കലും ആ ക്രൂശിനെ നോക്കി യെസ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ, बल्कि अगर आप कभी भी उसके बाद में क्रूस को देखकर हाँ नहीं कहे हैं तो നിങ്ങൾക്ക് ഒരിക്കലും ഒരു ക്രിസ്ത്യൻ എന്ന വാക്ക് പറയാനുള്ള അർഹതയില്ല. आपको ये योग्यता नहीं है कि आप कभी भी अपने आप को कहें कि आप एक मसीही विश्वासी है। ക്രിസ്തീയ ജീവിതത്തെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് നിർത്തണമെങ്കിൽ, आपकी मसीही जीवन को आपको स्थिर रखना है तो നിങ്ങൾ അന്ന് യെസ് പറഞ്ഞതുപോലെ जैसे उस दिन आपने हाँ बोला था, നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾ ആ ക്രൂശിനെ നോക്കി യെസ് ലോർഡ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. आपके रोजी जिंदगी के अंदर आपको क्रूस पर देखते हुए हाँ प्रभु बोलते ही रहना है। എത്ര പേർ അങ്ങനെ പറയുന്നുണ്ട്? कितने लोग ऐसे बोल रहे हैं? അങ്ങനെയുള്ളവരെ ഓർത്ത് ഞാൻ വിശേഷാൽ ദൈവത്തിന് നന്ദി പറയുന്നു. वैसे लोगों को याद करते हुए मैं खास करके प्रभु को धन्यवाद बोलता हूँ। പല ന്യൂ ജനറേഷൻ സഭകളുടെയും പ്രശ്നം, अनेक नए पीढ़ी के कलीसियाओं का दिक्कत ये है, അവരെന്നോ രോഗശാന്തി ലഭിച്ചപ്പോൾ യെസ് എന്ന് കർത്താവിനോട് പറഞ്ഞു. कभी उन्होंने जो चंगाई को प्राप्त किया तब उन्होंने प्रभु से हाँ बोला, എന്നാൽ പിന്നീട് അവർക്ക് ആ യെസ് പറയാൻ പറ്റുന്നില്ല. बल्कि
बाद में वे हाँ नहीं बोल पा रहे हैं, പക്ഷെ ഇൻ ക്രൈസ്റ്റ് ഫാമിലിയുടെ പരിശുദ്ധാത്മ പറയുന്നു, बल्कि मसीह में परिवार से पवित्र आत्मा कहती है നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ ആ ക്രൂശിനെ നോക്കി നിങ്ങൾ യെസ് പറഞ്ഞുകൊണ്ടേയിരിക്കണം. आपका जीवन भर आप उस क्रूस को देखते हुए हाँ कहते ही रहे. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. फिर से मैं बोलता हूँ, സാൽവേഷൻ ഫ്രീ ആണ്, उद्धार मुफ्त है, ഡിസൈപ്പിൾഷിപ്പ് കോസ്റ്റ്ലി ആണ്. चेलापन उसका मोल होता है. എങ്ങനെ ഒരാൾക്ക് ഒരു ഡിസൈപ്പിൾ ആകാൻ പറ്റും? कैसे एक व्यक्ति चेला बन सकता है? ഡിസൈപ്പിളിന് മാത്രമേ ആ ബന്ധത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. केवल एक चेला ही उस रिश्ते को संभाल सकता है. യേശു ശിഷ്യന്മാരെ വിളിച്ചു ഫോളോ മീ എന്ന് പറഞ്ഞു. यीशु ने चेलों को पुकार के बोला कि मेरे पीछे हो जाओ. എന്താ ഈ ഫോളോ മീ എന്ന വാക്കിന്റെ അർത്ഥം? पीछे हो जाने का मतलब क्या है? എന്റെ കൽപ്പനകളെ അനുസരിക്കുക എന്ന് മാത്രമല്ല അതിന്റെ അർത്ഥം. उसका अर्थ केवल इतना ही नहीं कि मेरे आज्ञाओं का पालन करें. മെയിൻറ്റെയിൻ ദ റിലേഷൻഷിപ്പ് ആണെന്ന് തന്നെ വാക്കിന്റെ അർത്ഥം. उस शब्द का अर्थ ये है कि उसके उस रिश्तों को संभालें. നമ്മൾക്കിടയിൽ പലർക്കും സംഭവിക്കുന്നത്, हमारे बीच में अनेक लोगों को यही होता है, നമ്മൾ കൽപ്പനകൾ നിവർത്തിക്കാൻ ഭയങ്കര ഉത്സാഹമാണ്, हम आज्ञाओं का पालन करने के लिए बड़ा उत्साह दिखाते हैं, പക്ഷെ റിലേഷൻഷിപ്പ് നമ്മൾ ഒഴിവാക്കി പോകുന്നു. बल्कि उस रिश्ते को हम छोड़ देते हैं. അങ്ങനെയുള്ള ആളുകളുടെ പേരാണ് പരീശന്മാർ. ऐसे लोगों के नाम है फरीसी. പരീശന്മാരുടെ പ്രത്യേകത എന്താണ്? फरीसियों का खासियत क्या है? അവർ വചനത്തിന്റെ കൽപ്പനകളെ ഭയങ്കരമായി സൂക്ഷിക്കും, वे वचन की आज्ञाओं को भयंकर तौर पे संभालते हैं, പക്ഷേ ദൈവവുമായിട്ട് ബന്ധമില്ല. बल्कि परमेश्वर के साथ रिश्ता नहीं ഇന്ന് है. രാവിലെ പരിശുദ്ധാത്മ പറയുന്നു, आज सुबह में पवित्र आत्मा कहते हैं, ആമേൻ, ദൈവവുമായിട്ട് ബന്ധമുള്ള ഒരു തലമുറ ഈ ലോക്ക്ഡൌണിൽ എഴുന്നേൽക്കാൻ പോവുകയാണ്. परमेश्वर के साथ रिश्ता होने वाला एक पीढ़ी इस लॉकडाउन के समय में खड़े हो रहे ചേർന്ന് हैं. യേശുവേ എന്ന് വിളിക്കാമോ? मिलके पुकारे हैं यीशु, വായ്കൾ തുറന്ന് വിളിച്ച് യേശുവേ എന്ന് വിളിച്ച്. मुंह खोलकर पुकारे हैं यीशु. എങ്ങനെയാണ് അവൻ ഒരു നല്ല ശിഷ്യനാകുന്നത്? कैसे एक अच्छा चेला बन सकते हैं? ഒരു ശിഷ്യത്വത്തിന്റെ പടികൾ എന്തൊക്കെയാണ്? चेलापन का कदम क्या होता है? ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലാണ് യേശു ആ വാക്ക് പറഞ്ഞിരിക്കുന്നത്. लूका रचित सुसमाचार 9वां अध्याय में उसको हम पढ़ते हैं. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം ഒരു വലിയ അത്ഭുതത്തിന്റെ അധ്യായമാണ്. लूका रचित सुसमाचार 9वां अध्याय एक बड़ा चमत्कार का अध्याय है. 5 അപ്പം കൊണ്ട് 5000 പേർ പോഷിപ്പിക്കപ്പെട്ട അധ്യായം. 5 रोटी से 5000 लोग तृप्त किए गए अध्याय. 12 കൊട്ട അപ്പം ബാക്കി വന്ന അധ്യായം. 12 टोकरी रोटी बाकी बचा हुआ अध्याय. ഏതോ ദേവദാസൻ പ്രസംഗിച്ചതുപോലെ ഓരോരുത്തരുടെയും തലയിൽ ഓരോ കൊട്ട അപ്പം ഇരിപ്പുണ്ട്. पुरानी जमाने में किसी पासवान ने प्रचार किया था कि एक एक व्यक्ति के सर पे एक एक टोकरी है. ഈ അപ്പക്കൊട്ടയുമായി വീട്ടിലേക്ക് പോകുമ്പോൾ वे रोटियों के टोकरी लेकर घरों में जा रहे थे. യേശു ശിഷ്യത്വത്തിന്റെ പ്രിൻസിപ്പിൾ അവരോട് പറഞ്ഞു. यीशु ने चेलापन का तत्व उनको बताया. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. लूका रचित सुसमाचार उसके 9वां अध्याय 23वां वचन. യേശു പറയുന്ന വാക്യതാണ്, यीशु ऐसे बोलते हैं, നിങ്ങൾ പ്രാപിച്ച അപ്പക്കൊട്ട ഇറക്കി താഴെ വെക്കണം. आप लोगों ने प्राप्त किया हुआ रोटी का जो टोकरी है नीचे रखें. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? വായിച്ചേ. फिर आपको क्या करना है? पढ़ें. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, ആഹാ, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ ആഹാ, തന്നെത്താൻ താഴ്ത്തി ആഹാ, നാൾ തോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് ആഹാ, എന്നെ അനുഗമിക്കട്ടെ. അപ്പോ കർത്താവിന്റെ പുറകെ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, अगर आप प्रभु यीशु मसीह के पीछे हो जाना चाहते हैं तो ആദ്യം നിന്റെ തലയിലിരിക്കുന്ന എക്സൈറ്റ്മെന്റിന്റെ അപ്പക്കൊട്ട ഇറക്കി താഴെ വെക്കണം. നീ आपके सर पे रखा हुआ उत्साह का जो आप रोटियों का टोकरी जो है उसको आपको नीचे रखना है. യേശുവിനെ കിട്ടിയപ്പോൾ അമ്മ കണ്ടപ്പോൾ കിട്ടിയ ആ അത്ഭുതത്തിന്റെ അപ്പക്കൊട്ട, आपको जब यीशु को प्राप्त किए वो समय में आपको चकित किया हुआ वो रोटी का टोकरी, ആ അപ്പക്കൊട്ട എടുത്ത് താഴെ വെക്കണം. वो रोटी के टोकरी मतलब आप चकित हो गए थे, उत्साह से भर गए थे, उसको नीचे रखना है തന്നെത്താൻ ത്യജിക്കണം. और अपने आप का इनकार करना है. സെൽഫ് ഡിനൈയിങ് എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. अपने आप को इनकार करने का शब्द है जो वहां पे लिखा है. എന്നിട്ട് അപ്പക്കൊട്ടയ്ക്ക് പകരം നീ ക്രൂശ് എടുത്ത് തോളിൽ വെക്കണം. बल्कि रोटी के टोकरी के बगैर अपना क्रूस को उठा के अपने कंधों पे रखना है. എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലാകുന്നുണ്ട്? कितने लोग इस संदेश को समझ रहे हैं? ഈ ദൂത് എന്ന ഭാഗം നിനക്ക് മനസ്സിലായാൽ, आज ये संदेश अगर आप समझ रहे हैं तो കോവിഡും കൊറോണയും നിന്നെ കണ്ട് പേടിക്കാൻ പോവുകയാണ്. कोविड और कोरोना आपको देखकर डरना शुरू करेंगे. ഞാൻ ഒരു അഭിഷേകം ഇന്ന് രാവിലെ തിരിച്ചറിയുന്നുണ്ട്. आज सुबह में मैं एक अभिषेक को यहाँ पे महसूस कर रहा ആ हूँ. അഭിഷേകം എന്റെ കൂടെ തിരിച്ചറിയുന്നവർ യേശുവേ എന്ന് വിളിച്ചാട്ടെ. वो अभिषेक को महसूस करने
वाले लोग मेरे साथ पुकारे हैं यीशु। ആമേൻ. സെൽഫ് സെന്റേർഡ് ആയ ഒരാൾക്ക് ക്രിസ്ത്യൻ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒക്കത്തില്ല. स्वयं केंद्रित एक व्यक्ति कभी भी मसीही जिंदगी को आगे नहीं बढ़ा सकता है। എന്താ ഈ സെൽഫ് സെന്റേർഡ് ആണെന്ന് എങ്ങനെ അറിയാം? आप कैसे समझ सकते हैं कि आप स्वयं केंद्रित है? സിമ്പിൾ ആയിട്ട് പറയാം, പ്രൈഡ് ആണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. आपको अच्छे से बताता हूं कि वो अहंकार है उसका एक अच्छा लक्षण। ഒരു വ്യക്തി സെൽഫ് സെന്റേർഡ് ആണ് എന്ന് തോന്നുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ് അഹങ്കാരമായിരിക്കും. एक व्यक्ति स्वयं केंद्रित है करके के उसका चिन्ह है कि वो व्यक्ति घमंडी होता है। അങ്ങനെ ഒരാൾക്ക് ഒരിക്കലും ക്രിസ്ത്യൻ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. वैसा एक व्यक्ति कभी भी एक मसीही जिंदगी को आगे बढ़ा नहीं सकता। അങ്ങനെ പ്രൈഡ് ഉണ്ടായി കഴിഞ്ഞാൽ, वैसे अगर घमंड हमारे अंदर है तो അങ്ങനെ ഒരാൾ ഒരിക്കലും ദൈവഹിതത്തിന് പ്രാധാന്യം കൊടുക്കത്തില്ല. वैसा व्यक्ति कभी भी परमेश्वरीय इच्छा को पहला स्थान नहीं देगा। ദൈവഹിതത്തെ മാറ്റി വെച്ചിട്ട് അവന്റെ ഇഷ്ടമെടുത്ത് മുമ്പിൽ വെച്ച് അവൻ അതിൽ കൂടെ യാത്ര ചെയ്യും. परमेश्वर की इच्छा को हटा देगा और वो अपनी इच्छा को सामने रख के उसमें चलना शुरू करेगा। എന്താ സംഭവിക്കുന്നത് അറിയാമോ? उसका मतलब उससे क्या होता है पता है? നിന്റെ ഓട്ടം ഇടയ്ക്ക് എവിടെങ്കിലും വെച്ച് മുറിഞ്ഞു പോകും. आपका जो दौड़ है वो बीच में कहीं भी बंद हो सकता നിന്റെ है। പ്രാർത്ഥനകൾ നഷ്ടപ്പെട്ടു പോകും. आपके प्रार्थनाएं बंद हो सकते നിന്റെ हैं। ആരാധന നഷ്ടപ്പെട്ടു പോകും. आपकी आराधना बंद हो सकता है। തലമുറയോട് പൗലോസ് പറയുന്നു, एक पीढ़ी के साथ पौलुस कहते हैं കൈക്കൊണ്ടതുപോലെ തന്നെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പി. जैसा स्वीकार किया वैसे ही उसके साथ रिश्ते में चले। അങ്ങനെ അവന്റെ കൂട്ടായ്മയിൽ നടക്കണമെങ്കിൽ जैसे उसके उस रिश्ते में आपको चलना है तो നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും മാറ്റിവെച്ച് ദൈവഹിതത്തിന്റെ ട്രാക്കിലേക്ക് നമ്മളെ എറിഞ്ഞു കൊടുക്കണം. हमारे इच्छाओं को हमारे पसंद को हम फेंक दे और परमेश्वर की इच्छा के लिए अपने आप को फेंक दे। ഈ പകൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, आज दिन के समय में पवित्र आत्मा आपसे कहते ഈ हैं സീസണിൽ ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ താല്പര്യമുണ്ട്. ये मौसम के अंदर परमेश्वर आपको उपयोग करना चाहते ഈ हैं। സീസണിൽ പരിശുദ്ധാത്മാവിനാൽ നീ പ്രയോജനപ്പെടാൻ പോവുകയാണ്. ये मौसम में आप पवित्र आत्मा द्वारा उपयोगित करने जा रहे हैं। നിന്നെ പോലെ നിന്നെ കൊണ്ട് ചില അസ്ഥി താഴ്വരകളെ ദൈവം സൈന്യമാക്കാൻ പോവുകയാണ്. आपको परमेश्वर ऐसे हड्डियों के तराई में परमेश्वर खड़ा करने जा रहे हैं। പക്ഷെ സെൽഫ് സീക്കിംഗ് ലൈഫ് സ്റ്റൈൽ ഉള്ളയാളെ ദൈവത്തിന് പ്രയോജനപ്പെടുത്താൻ बल्कि പറ്റത്തില്ല. परमेश्वर कभी भी अपने स्वयं केंद्रित इच्छाओं को संभालते हुए वैसे उपयोग नहीं कर पाते हैं। ഹല്ലേലൂയ. हालेलुया। എങ്ങനെ ഒരു ശിഷ്യത്വം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? हम कैसे चेलापन को संभाल सकते हैं? എങ്ങനെയാ ഫെലോഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? हम कैसे उस संगति को संभाल सकते हैं? ആമേൻ, ആമേൻ. നിന്റെ സെൽഫിനെ നീ എല്ലാ ദിവസവും മരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. आपके स्वयं को आप रोज मारते मारते चले। എങ്ങനെ ഇത് മരിപ്പിക്കാൻ പറ്റും? उसको हम कैसे मार डाल सकते हैं? വചന ധ്യാനത്തിൽ കൂടെ, वचन को मनन करते हुए, പ്രാർത്ഥനയിൽ കൂടെ, प्रार्थना के द्वारा, ഉപവാസത്തിൽ കൂടെ उपवास के द्वारा നിനക്ക് നിന്റെ സെൽഫിനെ മരിപ്പിക്കാൻ പറ്റും. आप आपके स्वयं को मार सकते हैं। ഇതൊരു പ്രസംഗമല്ല, ये एक प्रचार नहीं है। ഇത് നമ്മളിൽ സംഭവിക്കേണ്ട ഒരു ക്രിസ്ത്യൻ ലൈഫ് സ്റ്റൈലാണിത്. ये हम में जैसे होना चाहिए वैसा एक मसीही जीवन शैली है। ആമേൻ. ഏത് സ്വഭാവമാണ് നമുക്ക് കുറവുള്ളത്? कौन सा स्वभाव हमारे अंदर कम है? നമ്മൾ ചിലരോട് പറയാറുണ്ടല്ലോ, हम कुछ लोगों को बोलते हैं നിനക്കൊരു താഴ്മയില്ല, आपको कुछ नम्रता नहीं है, നിനക്കൊരു സ്നേഹമില്ല, आपको प्यार नहीं है, നിനക്കൊരു വിനയമില്ല. आपको नम्रता नहीं है। ഇങ്ങനെ പലതും നമുക്ക് കുറവുള്ളതായി മറ്റുള്ളവർ ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ऐसे कई बार अनेक लोगों ने हमारे अंदर कम है करके पहचान के समझ के हमें बोला है। ഏതാ കുറവുള്ളതെന്ന് ഞാൻ പറയാം. कौन सा कम है करके मैं आपको बताता हूँ। സിമ്പിൾ. നീ വളർത്തിയെടുക്കാൻ മെനക്കെടാത്ത സ്വഭാവമാണ് നിന്നിൽ കുറവായിട്ടുള്ളത്. हल्के से बताता हूँ कि जिस स्वभाव आपके अंदर को आप बढ़ाना नहीं चाहते हैं, आपने ज्यादा ध्यान नहीं दिया, वही आपके अंदर कम है। Praise the Lord. ആ സ്വഭാവമാണ് നിന്നിൽ കുറവായിട്ടുള്ളത്. वही स्वभाव आपके अंदर कम है। അപ്പൊ നമ്മൾ എന്ത് വളർത്തിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അത് നമ്മളിൽ കൂടുതലായി കാണും. जो हम हमारे अंदर बढ़ाने के लिए ज्यादा जिसको कोशिश किए हैं वो हमारे अंदर ज्यादा होगा। നിങ്ങൾ ആ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു ക്രിസ്ത്യൻ ലൈഫ് ആഗ്രഹിക്കുന്നെങ്കിൽ, अगर आप संभालते हुए रखने वाला एक मसीह जीवन को चाहते हैं तो നിങ്ങൾക്കൊരു സ്പിരിച്വൽ ഡിസിപ്ലിൻ ആവശ്യമാണ്. आपको एक आत्मिक डिसिप्लिन जरूरी है। ഹല്ലേലൂയ. हालेलुया। നിങ്ങൾക്കൊരു സ്പിരിച്വൽ എക്സസൈസ് ആവശ്യമാണ്. आपको एक आत्मिक कसरत जरूरी है। ചിലതിനെ നമ്മൾ മെനക്കെട്ട് നമ്മുടെ അകത്ത്
വളർത്തിയെടുക്കണം. कुछ बातों को आपको जरूरी हमारे अपने अंदर बढ़ाना है. 50 വർഷമായിട്ടും നിന്റെ അഹങ്കാരം കുറയുന്നില്ലെങ്കിൽ, 50 साल होकर भी अगर आपका घमंड कम नहीं हो रहा है നീ तो മെനക്കെട്ട് പരിശുദ്ധാത്മാവിനോട് ചോദിച്ച് നിന്റെ താഴ്മയെ നീ വളർത്തിയെടുക്കണം. आप समय निकाल के पवित्र आत्मा से मांगते हुए अपने नम्रता को बढ़ाएं. അങ്ങനെ ഒരു ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുകയാണ്. वैसे परमेश्वर का वचन हमें बोलते हैं. തിമോത്തിയസ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനായ ശിഷ്യനെ പൗലോസിന്റെ കയ്യിൽ കിട്ടിയപ്പോൾ, तिमोथी करके एक युवक व्यक्ति को परमेश्वर के पौलुस के हाथ में जब मिला, പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞ ചില പ്രധാനപ്പെട്ട വചനങ്ങളുണ്ട്. पौलुस तिमोथी को ऐसे कुछ बातें, कुछ खास वचन है जो बोलते हैं. തിമോത്തിയോസിനോട് മാത്രമല്ല തീത്തോസിനോട് പൗലോസ് പറയുന്നുണ്ട്. केवल तिमोथी को भी नहीं बल्कि तीतस को भी परमेश्वर बोलते हैं. എന്താണ് നമ്മുടെ പുതിയ തലമുറയുടെ പ്രശ്നം? हमारे नए पीढ़ी का दिक्कत क्या है? അവർക്ക് ശുശ്രൂഷയുണ്ട്, उनको सेवकाई है, അവർക്ക് കൃപാവരങ്ങളുണ്ട്, उनको वरदान है, പക്ഷെ സ്പിരിച്വൽ ഡിസിപ്ലിൻ ഇല്ല. बल्कि उनको आत्मिक डिसिप्लिन नहीं है. ആത്മീക ഡിസിപ്ലിൻ ഇല്ലാത്തത് കൊണ്ട് അവരുടെ ശുശ്രൂഷയുടെ മൈലേജ് കുറഞ്ഞു പോകുന്നു. उनके जीवन में आत्मिक चेलापन की कमी के कारण उनके सेवकाई में माइलेज उनको कम हो जाता है. ഇന്നലെ ഒരു ദൈവദാസനുമായി ഞാൻ സംസാരിച്ചപ്പോൾ एक प्रभु के दास में इसके साथ में जब मैं कल बात कर रहा ആ था, ദൈവദാസൻ പറഞ്ഞൊരു വാക്ക് ഇവിടെ ഞാൻ കൂട്ടിച്ചേർത്ത് പറയാം. एक परमेश्वर के दास ने बताया हुआ एक वचन को, एक शब्द मैं यहाँ पे बताना चाहूंगा. നമ്മുടെ ന്യൂ ജനറേഷൻ പാസ്റ്റർമാരുടെ പ്രശ്നമാണ് അദ്ദേഹം പറഞ്ഞത്. उन्होंने ऐसा एक दिक्कत बताया जो नए पीढ़ी के पासवान के साथ होता है. റൈനാഡ് ബോങ്ക ഇന്ത്യയിൽ വന്നു. रैनाड बोंके भारत में आए. ഇന്ത്യയിൽ വന്നപ്പോൾ കൊച്ചിയിലെ ഏറ്റവും ഉയർന്ന ഹോട്ടലിൽ അദ്ദേഹം താമസിച്ചു. रैनाड बोंके को कोच्चि के अंदर सबसे बड़ा होटल के अंदर उनको रखा അദ്ദേഹത്തെ ഏതോ ബെൻസ് കാറിൽ അവിടെ കൊണ്ടിറക്കി. और उनको एक कोई बेंस के कार के गाड़ी के अंदर वहां पे लेके आए. സൂട്ടും കോട്ടും ഇട്ട് ബോങ്ക കാറിൽ നിന്ന് ഇറങ്ങി. सूट और कोट पहन के बोंके कार के अंदर से बाहर निकले. എല്ലാ ചെറുപ്പക്കാരായ ശുശ്രൂഷകന്മാർക്കും ഇത് കണ്ട് ആശ്ചര്യം തോന്നി. और ये देख के अनेक युवक प्रभु के दास लोग ये देखकर चकित हो गए. അവർ ബോങ്കയെ ആകാൻ വേണ്ടി കോട്ട് വാങ്ങിച്ചു. वे बोंके बनने के लिए कोट खरीदे. ആമേൻ. ആ ദേവദാസൻ എന്നോട് പറഞ്ഞത്, ओ प्रभु के दास ने मुझे बताया, ബോങ്കയാകാൻ വേണ്ടി നീ കോട്ട് വാങ്ങിച്ചാൽ ബോങ്കയാകത്തില്ല. बोंके बनने के लिए कोट खरीदने से आपको आप कोट बोंके नहीं बन നിങ്ങൾ सकोगे. വാങ്ങിക്കേണ്ടത് ബോങ്കയുടെ കോട്ടല്ല, ബോങ്കയുടെ ക്യാരക്ടർ നിങ്ങൾ ദൈവത്തോട് ചോദിക്കണമെന്ന് പറഞ്ഞു. उन्होंने मुझे बताया कि आप जो खरीदना चाहिए वो बोंके का कोट सूट नहीं है, बल्कि बोंके का स्वभाव आप परमेश्वर से मांगे. എന്താ നമ്മുടെ പ്രശ്നം? എന്താ हमारा प्रॉब्लम क्या है? നമ്മൾ ബെന്നിഹിനെ അനുകരിക്കുന്നു. हम बेन्नीहिन का अनुकरण करते हैं. ടച്ച് ലോർഡ്, ടച്ച് ലോർഡ്, प्रभु छू ले, प्रभु छू ले, ഒരു കുഴപ്പമില്ല. कोई बात नहीं. പക്ഷേ നീ മാനിപ്പുലേറ്റ് ചെയ്യരുത് അഭിഷേകത്തെ. आप अभिषेक को ज्यादा दिखावा ना करें. നീ കടമെടുക്കേണ്ടത് ബെന്നിഹിന്റെ വാക്കുകളെയല്ല. आप जो उधार ले वो बेन्नीहिन के शब्द नहीं है. നീ കടമെടുക്കേണ്ടത് ബോങ്കയുടെ പ്രസംഗത്തെ അല്ല. आप बोंके के शब्द नहीं है जो उधारी ले. നീ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു വാങ്ങിക്കണം. അവരുടെ ജീവിത ശൈലിയെ നീ ആത്മാവിൽ ചോദിച്ചു വാങ്ങിക്കണം. बल्कि आप पवित्र आत्मा से पूछे और मांगे, स्वीकार करें उनका जीवन शैली को. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുന്നു, पवित्र आत्मा आज आपको कहते ഒരു हैं തലമുറ എഴുന്നേൽക്കാൻ പോവുകയാണ്. एक पीढ़ी खड़ी होने जा रही ഒരു है. ജനറേഷൻ പൊങ്ങി വരാൻ एक പോവുകയാണ്. पीढ़ी आगे आने जा रही है. കോട്ടുമില്ല, സൂട്ടുമില്ല. उनको कोट नहीं है, सूट नहीं है. അതൊക്കെ ശൗലിട്ടോട്ടെ. वो शॉल को पहनने दो. അഭിഷേകമുള്ളവൻ വയലിൽ നിന്ന് കയറി വരുന്ന കല്ലുകൊണ്ട് ഗോലിയാത്തിനെ എറിഞ്ഞിടും. जिसको अभिषेक है वो आते समय में पानी की अंदर से उठाया पत्थर के साथ गोलियात को गिराएगा. മാനിപ്പുലേറ്റ് ചെയ്യാത്ത ജെനുവിനായ അഭിഷേകമുള്ള ഒരു തലമുറ ഇവിടെ എഴുന്നേൽക്കട്ടെ. दिखावा ना करने वाले सही अभिषेक के साथ एक पीढ़ी यहाँ पे खड़े हो जाएं. നമ്മൾ മെനക്കെട്ട് ചിലതിനെ സ്വഭാവത്തെ വളർത്തിയെടുക്കണം. हम अपने आप को कोशिश करते हुए कुछ स्वभाव को हमारे अंदर बढ़ाना है. തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നത്, तिमोथी को परमेश्वर पौलुस क्या कहते हैं? ആമേൻ. 1 തിമോത്തിയോസ് 4:7 വായിച്ചേ. पहला तिमोथियस अब चौथा अध्याय उसका 7वां वचन पढ़ेंगे. എന്താണ് പറഞ്ഞിരിക്കുന്നത്? वहां पे क्या बताया है? ഭക്തിവിരുദ്ധമായ ആ. കിഴവി കഥകളെ ഒഴിച്ച് ആഹാ. ദൈവഭക്തിക്ക് തക്കവണ്ണം ആ. അഭ്യാസം ചെയ്യുക. ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യണം. परमेश्वर के भक्ति के अनुसार कसरत करना है. നീ സ്പിരിച്വൽ എക്സസൈസ് ചെയ്യണമെന്ന്. मतलब आपको आत्मिक कसरत करना है. അടുത്ത വാക്യം പറയുന്നു, अगला वचन कहता है ശരീരാഭ്യാസം അല്പം പ്രയോജനമുള്ളത്. शरीर का जो अभ्यास है कसरत है वो थोड़ा सा फलदायक है. ഇപ്പൊ മോർണിംഗ് വാക്ക് ഒരു ട്രെൻഡ് ആണല്ലോ. और सुबह सुबह में चलने के लिए जाते हैं वो एक ट्रेंड है अभी. ആമേൻ. ജിമ്മിൽ പോകുന്നത് ഇപ്പോൾ വലിയ ട്രെൻഡ് ആണല്ലോ. जिम में जाना अभी बड़ा ट्रेंड बन गया है. ആമേൻ. ജിമ്മിൽ പോകുന്നു,
जिम में जाते हैं, അവൻ നിന്റെ ശരീരത്തെ സിക്സ് പാക്ക് ആക്കുന്നു. आपके शरीर को अब सिक्स पैक बनाते हो. നല്ലതാ സഹോദര, अच्छा है मेरा भाई, അത് അല്പം പ്രയോജനമേ ഉള്ളൂ. वो थोड़ा सा ही उसका फायदा है. പക്ഷേ നീ ദൈവഭക്തിക്കൊത്തവണ്ണം നിന്നെ എക്സസൈസ് ചെയ്യിപ്പിച്ചാൽ, बल्कि अगर आप परमेश्वर के भक्ति के अनुसार अपने आप का कसरत करेंगे तो, നിന്റെ അകത്തെ മനുഷ്യന്റെ മസിൽ നീ വർദ്ധിപ്പിച്ചാൽ, अगर आपके अंतरोनी मनुष्य के आप मसिल बनाओगे तो, ഈ ദൂത് മനസ്സിലാകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. ये संदेश को समझने वाले कोई है तो बोले हालेलुया. നീ രാവിലെ മോർണിംഗിൽ സൈക്കിൾ ഓട്ടുന്നത് നല്ലതാണ്. आप सुबह में आप साइकिल चलाना अच्छा है, നീ നടക്കുന്നത് നല്ലതാണ്. आप चलना अच्छा है. പക്ഷേ എന്റെ രാവിലത്തെ ചോദ്യം, बल्कि आज सुबह का सवाल है, നീ രാവിലെ പരിശുദ്ധാത്മാവിന്റെ കൂടെ നടക്കാൻ റെഡിയാണോ? क्या सुबह में आप पवित्र आत्मा समेत चलने के लिए तैयार है? നീ പത്രം വായിക്കുന്ന നല്ലതാണ്, आप अखबार पढ़ना ठीक है, ന്യൂസ് കേൾക്കുന്ന നല്ലതാണ്. समाचार सुनना अच्छा है, പക്ഷെ ദൈവഭക്തിക്കൊത്തവണ്ണം ദൈവശബ്ദം കേൾക്കാൻ നീ തയ്യാറാണോ? बल्कि परमेश्वर के भक्ति के अनुसार परमेश्वर की आवाज को सुनना आप तैयार है? എത്ര പേര് ഇന്ന് രാവിലെ ഈ ദൂതിനെ സ്വീകരിക്കുന്നുണ്ട്? कितने लोग आज सुबह में इस संदेश को स्वीकार कर रहे हैं? ഇൻ ക്രൈസ്റ്റ് ചർച്ചിൽ വരാൻ നിങ്ങൾക്കൊരു പ്രയാസമില്ല. मसीह इन क्राइस्ट कलीसिया में आने के लिए आपको कोई दिक्कत नहीं है. നിങ്ങൾ 10-20 രൂപ വണ്ടിക്കൂലി കൊടുത്ത് ഇൻ ക്രൈസ്റ്റ് ചർച്ചിൽ വരാം. 10-20 रुपए गाड़ी का जो खर्चा है आप करने से आप आ सकते हैं. പക്ഷെ ഇൻ ക്രൈസ്റ്റ് എന്ന റെവലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ, बल्कि मसीह में उस प्रकाशन को संभालने के लिए, ഒരു വിലയുള്ള ആത്മീക ജീവിതത്തിന്റെ ഉടമയായി തീരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഒരു സ്പിരിച്വൽ എക്സസൈസ് अगर ചെയ്യുന്നയാളായിരിക്കണം. आप चाहते हैं कि एक अनमोल आत्मिक जीवन शैली को संभाले तो आप अपने जीवन में एक आत्मिक कसरत को करना चाहिए. ഇന്ന് രാവിലെ എത്ര പേർ പ്രാർത്ഥിച്ചു? आज सुबह में कितने लोग प्रार्थना किए? ഇന്ന് രാവിലെ എത്ര പേർ ദൈവവചനം ധ്യാനിച്ചു? आज सुबह में कितने लोग परमेश्वर के वचन का मनन किए? ഇന്ന് രാവിലെ എത്ര പേർ ദൈവശബ്ദം കേട്ടു? आज सुबह में कितने लोग परमेश्वर की आवाज को सुने? ഇതിനൊന്നും ആർക്കും സമയമില്ല. इस बात के लिए किसी को भी समय नहीं है. രാവിലെ ബെന്നി പാസ്റ്ററെ വിളിയാ, सुबह में बेन्नी पास्टर को फोन करते हैं, രാവിലെ ആൻസൺ പാസ്റ്ററെ വിളിയാ, सुबह में एंसन पास्टर को फोन करते हैं, ബിജു പാസ്റ്ററെ വിളിയാ. बिजू पास्टर को फोन करते हैं, നടുവേദനയാ, मुझे कमर दर्द है, കാലുവേദനയാ, पैर का दर्द है, മുട്ടുവേദനയാ, घुटनों का दर्द है പട്ടിണിയാ. और अब गरीबी है. ഇന്ന് രാവിലെ പരിശുദ്ധാത്മ പറയുന്നു, आज सुबह में परमेश्वर कहते हैं നിന്റെ അകത്തെ മനുഷ്യനെ ബലം കൂട്ട്. आपके भीतर ये मनुष्यत्व का ताकत ഈ बढ़ाएं. പ്രതികൂലങ്ങൾക്കൊരു പ്രതികൂലമായിരിക്കും, आप जो परेशानियों के लिए एक परेशानी का कारण बन जाओगे, പ്രതിസന്ധിക്ക് ഒരു പ്രതിസന്ധിയായിരിക്കും. आप परेशानियों का एक परेशानी का कारण बन जाओगे. എന്റെ ചിന്ത തിമോത്തിയോസ് ജിമ്മിൽ പോകുന്ന ആളായിരിക്കാം. मेरा सोच ये है कि शायद तिमोथी जो है वो जिम में जाने वाला व्यक्ति है. തിമോത്തിയോസിന് നല്ല മസിലൊക്കെ കണ്ടേക്കാം. तिमोथियस को शायद तो अच्छा मसल होगा. നിങ്ങൾ ബൈബിളിൽ പോയി തിമോത്തിയോസിന്റെ മസിൽ തപ്പല്ലേ? आप बाइबल में जाके तिमोथी का जो मसल है वो ना ढूंढे. പൗലോസ് വിളിച്ചിട്ട് പറഞ്ഞു, पौलुस बुला के बोलते हैं, മോനെ ഞാനൊരു 4 അടിയിൽ താഴെ ആമേൻ നീളമുള്ള ആളാണ്. मैं 4 फुट से नीचा एक लंबा आदमी हूँ. ഒരു കൊട്ടയ്ക്കകത്ത് തന്നെ കയറ്റി ഇറക്കി വിടാനേ ഉള്ളൂ ഞാൻ. एक टोकरी के अंदर मुझे बैठा के आप निकाल सकते हो. ഒരുപാട് കല്ലേറ് കൊണ്ട ശരീരമാണ്, बड़ा सा पत्थरों का फैक मैंने पाया है. ചാട്ടവാറ് കൊണ്ട ശരീരമാണ്. मैं बड़े कोड़े खाया हूँ मैं. കാട്ടിലെ ആപത്ത്, और जो जंगल का परेशानी, കടലിലെ ആപത്ത്, समुद्र के परेशानी, കള്ള സഹോദരന്മാരുടെ ആപത്ത്, झूठे भाइयों का दिक्कत, ചെമ്പ് പണിക്കാരനായ ആമേൻ ആളുകളുടെ ആപത്ത്, ऐसे बहुत सारे लोहे के काम करने वाले व्यक्तियों का दिक्कत. പക്ഷെ ഞാൻ ക്ഷീണിക്കാത്തതിന്റെ കാരണം बल्कि मैं कमजोर नहीं होता हूँ. പൗലോസ് പറയുകയാണ്, पौलुस बोलते हैं कारण അതിൽ ജിമ്മിൽ പോയിട്ടല്ല, वो जिम जाने के कारण അത് नहीं, ഫുട്ബോൾ കളിക്കാൻ പോയത് കൊണ്ടല്ല, फुटबॉल खेलने के कारण नहीं, അത് മോർണിംഗ് വാക്കിന് പോയത് കൊണ്ടല്ല. सुबह में चलने के लिए जाने के लिए नहीं. ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. मैं जानता हूँ कि मैंने किस पर विश्वास किया है. നിഴലുകളിൽ പോലും അഭിഷേകം ഒളിപ്പിച്ച ഒരു കരുത്തനായവൻ മാറിയതിന്റെ കാരണം അവന്റെ ഡിസിപ്ലിനുള്ള ലൈഫ് സ്റ്റൈൽ ആയിരുന്നു. परछाई के अंदर भी अभिषेक से भरा हुआ एक व्यक्ति के रूप में बदलने का कारण है कि उसके जीवन के अंदर एक चेलापन था. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, आज सुबह में पवित्र आत्मा पूछते हैं, റൂമാലുകളിൽ അഭിഷേകം ഒളിപ്പിച്ചൊരു തലമുറ, आपके रुमाल के अंदर अभिषेक को छिपाया हुआ एक पीढ़ी, നിഴലുകളിൽ അഭിഷേകം ഒളിപ്പിച്ച ഒരു തലമുറ, परछाई के अंदर अभिषेक को छिपाया हुआ एक पीढ़ी. അത് ഉഴപ്പനെ കൊണ്ട് നടക്കത്തില്ല. वो एक जो आरामदायक जिंदगी जीने वाले से नहीं होगा. അച്ചടക്കമുള്ള ഒരു ക്രിസ്തീയ ജീവിതമുള്ളവനെ അത് പറ്റത്തുള്ളൂ. जो कसरत के साथ मसीही जीवन शैली रखता है वैसा व्यक्ति ही उसको कर सकता है. തീത്തോസിനോട് എന്താ പറയുന്നത് അറിയാവോ? तीतुस के साथ क्या बोलते पता है? തീത്തോസിന്റെ ലേഖനം 2:11-12 तीतुस के जो पत्री है उसका दूसरा अध्याय. അവൻ അടുത്തൊരു ചെറുപ്പക്കാരനാണ് ടൈറ്റസ്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട്
മഹാദേവവും ആ. നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ ആ. പ്രത്യക്ഷതയ്ക്കായിട്ട് ആ. കാത്തുകൊണ്ട് ആ. ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന്. അതെന്ത് ജീവിതമായി ദൈവഭക്തിയോടെ ജീവിച്ചു പോരുന്നത്? तीतुस का पत्र 2 अध्याय उसका 11 और 12 वचन को यहाँ पे पढ़ते हैं. ദൈവഭക്തിയോടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അത് നമ്മളെ ശിക്ഷിച്ചു വളർത്തുന്നു. क्योंकि परमेश्वर का अनुग्रह प्रकट है जो सब मनुष्यों में उद्धार लाने में सक्षम है और हमें चिताता है कि हम अभक्ति और सांसारिक अभिलाषाओं से मन फेर कर इस युग में संयम और धार्मिकता से और भक्ति से जीवन बिताएं. അത് നമ്മളെ ശിക്ഷിച്ചു വളർത്തുന്നു. वही हमें भक्ति के साथ हमें चलाते हैं. ഏതാണ് ഈ പ്രപഞ്ചമോഹങ്ങളെ വർജിച്ച് ഭക്തിവിരുദ്ധമായ ജീവിത ശൈലികളെ വെടിഞ്ഞ് നിന്നെ ശിക്ഷിച്ചു വളർത്തുന്ന ഘടകം ഏതാണ്? अभक्ति और सांसारिक अभिलाषाओं से हमें मन फेर कर धार्मिकता के विरोध में, भक्ति के विरोध में जैसा जिंदगी है उसमें हमें चिताते हुए चलाने वाला क्या है? फेसबुक आनो? क्या फेसबुक आपको चिताता है? व्हाट्सएप आनो? व्हाट्सएप आपको चिताता है? सोशल मीडिया ഏതാ നിന്നെ ശിക്ഷിച്ചു വളർത്തുന്നേ? कौन सा है जो आपको चिताते हुए चलाता है? 8ാം വാക്യം വായിക്കുമ്പോൾ 8वां वचन पढ़ते समय നിന്നെ ശിക്ഷിച്ചു വളർത്തുന്ന എന്താണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. वहां पे ये बताया कि आपको चिताने वाला क्या है? വായിച്ചേ. ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചു കൂടാതെ പദ്യവചനമുള്ളവനായിരിക്കുക. ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചുകൂടാത്ത പദ്യവചനവുമുള്ളവനായിരിക്കുക. और ऐसी खराई पाई जाए कि कोई उसे बुरा ना कह सके, जिससे विरोधी हम पर कोई दोष लगाने का अवसर ना पाकर लज्जित हो. ക്യാരക്ടർ ഉള്ള ഒരു ശുശ്രൂഷകനാകണമെങ്കിൽ वचनते पद्यवचनते मुर्ग पिടിക്കണം. अगर नमूना बनना चाहते हैं तो आप परमेश्वर के सही वचन को आप प्राप्त करें. ഇതൊന്നും ആർക്കും താല്പര്യമില്ല. इसके लिए कोई नहीं चाहते हैं. നമ്മുടെ സൂം മീറ്റിംഗ് തുടങ്ങിയപ്പോൾ 75 പേരുണ്ടായിരുന്നു. हमारा जूम मीटिंग जब हमने शुरू किया तो 75 लोग थे. 12 പേര് ഇറങ്ങി പോയി. अब 12 लोग यहाँ पे से निकल गए हैं. ഇനി പോണ്ടവര് പോ. आप आगे जितने लोग जाना चाहते जा सकते हैं. സുഖിപ്പിക്കാൻ വേണ്ടിയല്ല ഇന്ന് രാവിലെ ഞാൻ പ്രസംഗിക്കുന്നത്. यहाँ पे आज आपको सुख देने के लिए नहीं है जो सुबह में मैं यहाँ पे प्रचार कर रहा हूँ. ഒരു തലമുറയെ കാണണം. मैं चाहता हूँ कि एक पीढ़ी को मैं देखूं. അഭിഷേകമുള്ള ജനറേഷനെ കാണണം. अभिषेक से भरा हुआ एक पीढ़ी को देखना चाहता हूँ. എനിക്കറിയാം നിങ്ങളെ പിടിച്ചിരുത്താനുള്ള ദൂത് എനിക്കറിയാം. आपको यहाँ पे पकड़ के बिठाने वाला संदेश मैं बोल सकता हूँ. നിന്നെ ഇക്ലിപ്പിക്കുന്ന നിന്നെ സന്തോഷിപ്പിക്കുന്ന പ്രവചനം പറഞ്ഞാൽ നീ ഇവിടെ ഇരിക്കും. आपको खुश बनाने वाला भविष्यवाणी बोलने से आप यहाँ पे बैठोगे. പക്ഷെ ഒരു തലമുറയെ ദൈവം അന്വേഷിക്കുന്നു. बल्कि एक पीढ़ी को परमेश्वर ढूंढ रहे हैं. ക്യാരക്ടറും ശുശ്രൂഷയും ഒരുമിച്ച് കൊണ്ടുവന്ന ജനറേഷനെ, स्वभाव और सेवकाई को साथ में लेके चलने वाले पीढ़ी को. പ്രാർത്ഥിച്ച് അന്യഭാഷയിൽ സംസാരിച്ചു. प्रार्थना करिए, अन्य भाषा में प्रार्थना करिए. ഇന്ന് പകൽ ശുശ്രൂഷയുടെ മാത്രമല്ല ഒരു സ്വഭാവത്തിന്റെ പുതപ്പ് നിന്റെ മേൽ വീഴട്ടെ. आज सुबह में केवल एक सेवकाई का नहीं बल्कि एक स्वभाव का भी चादर आपके ऊपर गिरे. യേശുവേ എന്ന് വിളിക്കാമോ? क्या पुकार सकते हैं ये यीशु? ഇരിക്കുന്ന ഇരിപ്പിൽ യേശുവേ എന്ന് വിളിക്കാമോ? बैठे आप जगहों में अपने आप को बोलेंगे हे यीशु. നീ ദൈവ വചനത്തിന് നിന്റെ ജീവിതത്തിൽ ഇടമുണ്ടെങ്കിൽ, अगर आपके जीवन के अंदर परमेश्वर के वचन का जगह है तो ദൈവത്തിന്റെ വചനം നിന്നെ ശിക്ഷിച്ചു വളർത്തും. परमेश्वर का वचन आपको चेतावनी देते हुए चलाएगा. ആമേൻ. അതൊരു ഭയങ്കര ലൈഫ് സ്റ്റൈലാണ്. वो एक भयंकर जीवन शैली है. അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഉടമയാകാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിക്കുന്നു. वैसे एक जीवन शैली के व्यक्ति बनने के लिए पवित्र आत्मा आपको बुला रहे हैं. ഈ സെൽഫ് ഡിനയൽ എന്ന് പറയുന്നത് ഗ്രേസ് ഡോക്ട്രിന്റെ എതിരല്ല. ये स्वयं को मार डालने का जो अनुभव है वो अनुग्रह के जिंदगी का विरोध नहीं है. അങ്ങനെ ആളുകൾ പഠിപ്പിക്കുന്നുണ്ട്. वैसे कुछ लोग सिखाते हैं. അത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. वो आपको पता नहीं है, इसकी वजह से. സെൽഫ് ഡിനയൽ എന്ന് പറയുന്നത് ഗ്രേസ് ഡോക്ട്രീനിൽ നമ്മളെ നിലനിർത്തുന്ന സ്പിരിച്വൽ ഡിസിപ്ലിൻ ആണ് സെൽഫ് ഡിനയൽ എന്ന് പറയുന്നത്. स्वयं को क्रूसित करने का जो उपदेश है वो अनुग्रह के जिंदगी के अंदर हमें स्तर रखने वाले, संभालने वाला अनुभव है. നിങ്ങൾ കർത്താവിന്റെ കൃപയുടെ ട്രാക്കിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നു? अगर आप चाहते हैं परमेश्वर के अनुग्रह के ट्रैक में खड़े रहें, നിങ്ങൾ സ്വയത്തെ മരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. आप अपने स्वयं को मारते ही रहें. ചേർന്ന് വിളിച്ച് യേശുവേ, मिलके पुकारे हे
यीशु। വായകൾ തുറന്ന് വിളിച്ച് യേശുവേ. मुंह खोलकर बोले हे यीशु। ആമേൻ. രണ്ടാമത്തെ കാര്യം, दूसरी बात, എങ്ങനെ ഈ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും ക്രിസ്ത്യൻ ലൈഫ്? मसीही जीवन में आप इसको कैसे संभाल सकते हैं? അടുത്തൊരു കാര്യം കൂടെ പറയാം. अगला एक और बात बताता हूँ। You need an ongoing submission. आपको लगातार स्थिरता के साथ रखने वाला, തുടർമാനമായ സമർപ്പണം നമുക്ക് ആവശ്യമാണ്. लगातार रखने वाला समर्पण जरूरी है। എപ്പോഴെങ്കിലും ഒരിക്കൽ സമർപ്പിച്ചാൽ പോരാ. कभी एक बार समर्पण करने से नहीं होगा। എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങളെല്ലാം ഡിസംബർ 31 ഇവിടെ സമർപ്പിച്ചതാണ്. मुझे याद है कि 31 तारीख दिसंबर के महीने में आप सब लोग अपने कलीसियाओं में यहाँ पे समर्पण किए थे। ഒരാഴ്ച നിങ്ങൾ പിടിച്ചു നിന്നു. एक हफ्ता आप संभाल पाए। ഇപ്പൊ ജൂലൈ മാസമായപ്പോൾ നിങ്ങളുടെ സമർപ്പണം എങ്ങനെയുണ്ട്? जुलाई के महीने के समय में आपका समर्पण कैसा है अभी? പാസ്റ്റർ, ഇനി അടുത്ത ഡിസംബർ 29 സമർപ്പിക്കാം. पास्टर जी, दिसंबर के अगले 29 तारीख को हम समर्पण करेंगे। അങ്ങനെയുള്ള ഒരാൾക്ക് ക്രിസ്ത്യൻ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. वैसा एक व्यक्ति मसीही जीवन को संभाल नहीं सकता है। I mean, ongoing submission, തുടർമാനമായ സമർപ്പണം. हमेशा लगातार रखने वाला समर्पण। അങ്ങനെ തുടർമാനം സമർപ്പിക്കുന്ന ഒരാൾക്ക് മാത്രമേ അവന്റെ ഫേവറേറ്റ് സിന്നുകളെയും അവന്റെ പെറ്റ് സിന്നുകളെയും ജയിക്കാൻ പറ്റത്തുള്ളൂ. वैसे ही व्यक्ति हमेशा कभी हमें अपने जीवन के अंदर प्यार करने वाला, संभालने वाले रहस्य के पापों को भी वो छोड़ सकता है। കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പെറ്റ് സിന്നുകളെ കുറിച്ച് പറഞ്ഞു. कुछ दिन पहले मैंने संभालने वाले प्यारे पापों को मैंने यहाँ पे बताया था। നിന്റെ വീട്ടിലെ അക്വേറിയത്തിൽ നീ വളർത്തുന്ന ഗപ്പികളെ പോലെ നിന്റെ അകത്തെ മനുഷ്യനിട്ട് നീ പരിപോഷിപ്പിക്കുന്ന നിന്റെ ഫേവറേറ്റ് സിന്നുകളെ ജയിക്കണമെങ്കിൽ നിനക്കൊരു ഓൺഗോയിങ് സബ്മിഷന്റെ ലൈഫ് സ്റ്റൈൽ ഉണ്ടായിരിക്കണം. आपके घर के अंदर एक्वेरियम के अंदर जैसे गप्पी मछलियों को आप संभालते हैं, बढ़ाते हैं, इस प्रकार आपके अंतरोणी मनुष्यत्व के अंदर आप बढ़ाने वाले, आप प्यार करने वाले आपके अच्छे अच्छे छोटे छोटे पापों को आप जैसे छोड़ सकते हैं, तभी हो सकता है। വേദപുസ്തകത്തിൽ പാപത്തെ കുറിച്ച് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. परमेश्वर के वचन के अंदर पाप के बारे में कई बातें बताए हैं। അതിനകത്ത് ഒരു പാപം ഇന്നലെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. उसके अंदर एक पाप के बारे में मुझे बड़ा उत्साह लगा कल। ആ പാപത്തെ ബൈബിൾ വിളിക്കുന്നത്, उस पाप के बारे में बाइबल कहती है മുറുകെ പറ്റുന്ന പാപം എന്നാണ്. हमेशा पकड़ने वाला पाप है। കുഴപ്പമൊന്നുമില്ലല്ലോ. മുറുകെ പറ്റുന്ന പാപങ്ങൾ, हमें चिपकने वाला पाप, അത് എബ്രായ ലേഖനം 12:1 പറഞ്ഞിരിക്കുന്നത്. वो इब्रानियों की पत्री 12वां अध्याय उसके पहले वचन में पढ़ते हैं। ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നാം പാപവും ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടുകളയണം. इस कारण जबकि गवाहों का ऐसा बड़ा बादल हमको घेरे हुए हैं, तो आओ हर एक रोकने वाली वस्तु, അങ്ങനെ ഒരു പാപം ഉണ്ടോ ദൈവദാസന്മാരെ? और उलझाने वाले पाप को दूर करे। ऐसा कोई पाप है? എന്റെ മുമ്പിൽ കുറച്ച് ദൈവദാസന്മാരൊക്കെ ഇരിപ്പുണ്ട്, അതാ ഞാൻ ചോദിക്കുന്നു. मेरे सामने कुछ प्रभु के दास लोग बैठे हैं, इसलिए मैं पूछता हूँ, അങ്ങനെ മുറുകെ പറ്റുന്ന പാപങ്ങൾ നമുക്കുണ്ടോ? ऐसे उलझाने वाले कोई पाप है? അബദ്ധം പറ്റിപ്പോയ ഒത്തിരി പേരെ എനിക്കറിയാം. जो गलती हुआ ऐसे बहुत सारे लोगों को मैं जानता हूँ। മുറുകെ പറ്റുന്ന പാപം എന്ന് പറയുന്നത്, बल्कि उलझाने वाला पाप मतलब ഞങ്ങളുടെയൊക്കെ മാവിനകത്ത് ഇത്തിള് പിടിച്ചിരിക്കും. ഇത്തിള്, हमारे जो यहाँ के आम के पेड़ है उस पे ऐसा कुछ पौधा पकड़ लेता है, അതങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുക. वो हमेशा पकड़े रहता है, छोड़ता नहीं है। ഇങ്ങനെ എന്തൊക്കെയോ നിന്റെ അകത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടോ? ऐसे कुछ चीजें अगर आपके जीवन में है, അങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആളാണ് നിനക്ക് ക്രിസ്തീയ ജീവിതത്തിന്റെ മാരത്തോൺ ഓട്ടം ഓടാൻ പറ്റത്തില്ല. अगर ऐसे व्यक्ति आप है तो मसीह जीवन के अंदर मैराथन का दौड़ अब नहीं दौड़ पाओगे। ഇത് മാരത്തോൺ ഓട്ടമാണ്. ये एक मैराथन दौड़ है। ഇങ്ങനെ മുറുകെ പറ്റുന്ന പാപമുള്ള ആളുകൾ എങ്ങനെ ഓടുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ऐसे जकड़ने वाले, उलझाने वाले, पाप पकड़े हुए लोग कैसे दौड़ते हैं मैं बताता हूँ। ഓണമൊക്കെ നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ടല്ലോ. जैसे ओणम जो त्योहार वगैरह जो है हमने देखा है, ഓണത്തിന് നമുക്ക് ചാക്ക് റൈസ് ഉണ്ട്. ചാക്ക് റൈസ് और ओणम के समय में वैसे सीजन में केरल में बोरी के अंदर दौड़ते हैं। അനുപാസം കണ്ടിട്ടില്ലേ? देखा है आपने? ബെനിപാസം കണ്ടിട്ടുണ്ടോ ഈ ചാക്ക് റൈസ്? बेनिपास ने देखा है, बोरी के अंदर खड़े होते हैं और अच्छा। उछल उछल के दौड़ते हैं। ഏതോ ഒരു അരിച്ചാക്കിനകത്തോ ഉപ്പുചാക്കിനകത്തോ നിന്നെ കേട്ടിട്ട് ആ ചാക്കും പിടിച്ചോണ്ട് ചാടി ചാടി ഓടണം. और कोई एक जो नमक का या चावल का जो बोरी है, बोरी के अंदर बैठते हैं और उसको पकड़ के बोरी को पकड़ते हुए दौड़ना है। രാജേഷ് പാസ്റ്റർ കണ്ടിട്ടുണ്ടോ?
क्या राजेश पास्टर ने देखा है? ജീവൻ ബ്രദർ കണ്ടിട്ടുണ്ടോ? जीवन ब्रदर ने देखा है? ആമേൻ. ലതാന്റി കണ്ടിട്ടുണ്ടോ? लता आंटी ने देखा है? കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. अगर आपने नहीं देखा है तो मैं आपको दिखाऊंगा. ഒരു ചാക്കിനെ മുറുകെ പിടിച്ചോണ്ട് ഓടണം. एक बोरी के अंदर बैठ के उसको पकड़ के जकड़ के पकड़ते हुए आपको दौड़ना है. ഒരിക്കലും നിന്റെ സ്റ്റാമിന ഉപയോഗിച്ച് ഓടാനൊക്കത്തില്ല. कभी भी आप आपके ताकत को पकड़कर ताकत के साथ नहीं दौड़ सकते. ഇതുപോലെയാണ് പലരും ക്രിസ്തീയ ജീവിതം ഓടിക്കൊണ്ടിരിക്കുന്നത്. वैसे ही है अनेक लोग जो मसीही जीवन में दौड़ रहे हैं. ഒരു ഫ്രീഡം ഇല്ല അവർക്ക്. उनको कोई स्वतंत्रता ഒരു नहीं है. സന്തോഷമില്ല അവർക്ക്. उनको कोई खुशी नहीं है. ഇരിക്കുന്നുണ്ടില്ലേ മുഖം കാണിച്ച് വീർത്ത് കെട്ടി എന്നെ കാണിച്ചോണ്ടിരിക്കുക. ऐसे मुझे दिखाते हुए वीडियो के सामने बैठे हुए अनेक लोग मुंह फुला के. ഇന്ന് രാവിലെ നിനക്ക് സന്തോഷിക്കണമെങ്കിൽ आज सुबह में अगर आप खुश होना चाहते हैं तो ചാക്കിലെ പിടി മാത്രം ഇട്ടാ മതി. आप केवल आपके बोरी के पकड़ को छोड़ दे. നീ പിടിച്ചു വെച്ചിരിക്കുന്ന പാപത്തെ ഇന്ന് പകൽ നീ ഉപേക്ഷിച്ചാൽ മാത്രം മതി. आपने पकड़ के रखा हुआ आपके मनपसंद पाप को छोड़ दे. യേശുവിന്റെ നാമത്തിൽ ഒരു അഭിഷേകം നിന്റെ മേൽ വീഴട്ടെ. यीशु के नाम से एक अभिषेक आपके ऊपर गिरे. മുറുകെ പറ്റുന്ന പാപങ്ങളെ പൊട്ടിക്കാൻ ഒരു അഭിഷേകം. उलझाने वाले पापों को तोड़ डालने का अभिषेक. ആ മുറുകെ പറ്റുന്ന പാപം എന്ന് പറയുന്നത് ഏതെങ്കിലും പർട്ടിക്കുലർ പാപമല്ല. ऐसे उलझाने वाले पाप मतलब कोई एक पाप नहीं है. വ്യഭിചാരമോ മദ്യപാനോ അങ്ങനെ പർട്ടിക്കുലർ പാപമല്ല. व्यभिचार या पियक्कड़ ऐसा कोई पाप नहीं है. പിന്നെ എന്താണ് മുറുകെ പറ്റുന്ന പാപം? बल्कि उलझाने वाला पाप क्या है? നിന്റെ വിശ്വാസ ജീവിതത്തിന്റെ ഓട്ടത്തിന്റെ സ്പീഡ് കുറയ്ക്കുന്ന മുഴുവൻ പാപങ്ങളെയും വിളിക്കുന്ന പേരാണ് മുറുകെ പറ്റുന്ന പാപം. आपके विश्वास के जिंदगी के रफ्तार को तेजी रफ्तार को कम कर देने वाला पाप है उलझाने वाला पाप. ഹല്ലേലൂയ. आमीन. ഹല്ലേലൂയ. हालेलुया. ദൈവദാസന്മാരെ ഇത് പ്രസംഗിക്കാനുള്ള കുറിപ്പല്ല. प्रभु के दास लोगों ये प्रचार करने वाला वचन नहीं है. ഇത് നമ്മുടെ അകത്തു നിന്ന് പകൽ ഇറക്കി വെക്കണം. ये हमारे अंदर से इसको आज छोड़ देना है. ഇതിനെ ഇന്ന് പകൽ ഇറക്കി വെച്ചാൽ आज दिन के समय में अगर इसको छोड़ दें तो ഒരു സൂപ്പർ സോണിക് വിമാനം പോലെ നീ ആത്മമണ്ഡലത്തിൽ കുതിക്കാൻ പോവുകയാണ്. जैसे आवाज से शब्द से भी तेजी रफ्तार में जाने वाला एक विमान के जैसे आप भागोगे. ആ മുറുകെ പറ്റുന്ന പാപങ്ങൾ നിന്നിൽ ഉണ്ടോ എന്ന് എങ്ങനെ അറിയാം? आपके अंदर ऐसा उलझाने वाला पाप है या नहीं कैसे पता चल सकता है? ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. छोटा कुछ 2-3 बात बताता അത് हूं. മനഃപൂർവമായി നിന്നെ തോൽപ്പിച്ചുകൊണ്ടേയിരിക്കും. वो लगातार आपको जबरदस्ती हराते रहेगा. രാവിലെ നമ്മൾ ഇറങ്ങി വന്ന വഴിക്കൊരു അബദ്ധം പറ്റി, അത് ഓക്കെയാണ്. सुबह में हम आते समय में गलती हो गया वो ठीक है. നമ്മൾ ദൈവത്തോട് ഏറ്റു പറഞ്ഞു, हमने परमेश्वर से मन फिराया, അത് അബദ്ധം പറ്റിയതാണ്. वो गलती हो गया था. എന്നാൽ മനഃപൂർവമായി നമുക്കറിയാം നമ്മൾ തോക്കാൻ പോവാണ്. बल्कि हमें पता है कि हम जरूर हारने जा रहे हैं. അങ്ങനെ മനഃപൂർവമായി നിന്നെ തോൽപ്പിക്കുന്ന എന്തെങ്കിലും പാപം നിന്റെ മേൽ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ അതിനെ വലിച്ചിളക്കി കളയാൻ ഒരു അഭിഷേകം പരിശുദ്ധാത്മാവ് തരാൻ പോവാ. अगर ऐसे जबरदस्ती आपको हार मनाने वाला ऐसा कुछ उलझाने वाला पाप आपके ऊपर है तो आज उसको फेंक देने का एक अभिषेक प्रभु दे रहा है. എനിക്കറിയാം ഒരു ദൈവശക്തി പലരുടെ മേൽ അടിക്കുന്നുണ്ട്. मैं जान रहा हूं कि परमेश्वर का सामर्थ कुछ लोगों के ऊपर आ रहा है अभी. മനഃപൂർവമായി നിന്നെ തോൽപ്പിക്കും. वो जबरदस्ती जानबूझकर आपको हरा रहा है. അത് നിന്നെ ഒരു ബന്ധനത്തിൽ കൊണ്ട് കുരുക്കും. वो आपको एक बंधन के अंदर लेके जाके बांध देता है. അതാണ് ഈ പെറ്റ് സിന്നുകൾ എന്ന് പറയുന്നത്. वही है जो उलझाने वाले प्यार करने वाला पाप, ഫേവറേറ്റ് സിൻ എന്ന് പറയുന്നത്. जो आपके मनपसंद पाप है. आमीन. അത് നമ്മൾ ഏറ്റു പറയത്തില്ല. हम उसको कबूल नहीं करते हैं. പോയ വഴിക്ക് ഒരു അബദ്ധം പറ്റി, वो जाते समय में एक गलती हो गया. നീ അന്ന് രാത്രി പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ उस दिन रात को प्रार्थना करने के लिए बैठे समय നീ കർത്താവിനോട് പറയും, आप प्रभु से बोलेंगे, കർത്താവേ ഇന്ന് പകൽ എനിക്ക് ഒരു അബദ്ധം പറ്റി, प्रभु आज सुबह में मुझे एक गलती हो गया था, എന്നോട് ക്ഷമിക്കണേ. मुझे क्षमा करना. നീ ഇന്നുവരെ നിനക്കറിയാമായിരുന്നിട്ടും നീ ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കാത്ത നിന്റെ ഫേവറേറ്റ് സിന്നുകളാണ് നീയും ദൈവമായിട്ടുള്ള അകലത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. आज तक आपको पता है फिर भी आप मन फिराए नहीं, पुकारे नहीं, प्रभु से बोले नहीं और छोड़े नहीं. ऐसे पाप है आपके मनपसंद पाप. അതിന്റെ പ്രത്യേകത, उसका खासियत, അതെപ്പോഴും നീ മറ്റുള്ളവരിൽ നിന്നും ഒളിച്ച് സൂക്ഷിക്കും. वो आप हमेशा दूसरों से छिपा के रखेंगे. എന്ന് പറഞ്ഞാൽ उसका मतलब है മറ്റൊരു മുഖം നീ കാണിച്ച് അഭിനയിക്കും. आप दूसरा एक चेहरा दूसरों को दिखा के और आप नाटक करोगे. ഹല്ലേലൂയ. हालेलुया. എങ്ങനെയുണ്ട് നിന്റെ ആത്മീയ ജീവിതം? आपका आत्मिक जीवन कैसा है?
നീ ഒരു ആത്മീയതയെ അഭിനയിക്കുകയാണ്. क्या आप एक आत्मिक जीवन का नाटक कर रहे हो? മറ്റുള്ളവരുടെ മുമ്പിൽ നീ വേറൊരു ക്യാരക്ടർ അഭിനയിച്ച് കാണിക്കുകയാണ്. दूसरों के सामने एक दूसरा स्वभाव आप नाटक करके दिखा रहे നീ हो? ഒരു ആത്മീയനായി അഭിനയിച്ച് കാണിക്കുകയാണോ? നീ ആത്മീയനാണോ? क्या आप आत्मिक व्यक्ति के रूप में नाटक कर रहे हो या सही में आप आत्मिक हो? നീ ഭയങ്കര ആത്മഭാരമുള്ളവനായി അഭിനയിക്കുകയാണോ? ആത്മഭാരമുള്ളവനാണോ? क्या आप बड़ा आत्माओं का बोझ नाटक कर रहे हो या सही में आपको आत्माओं का बोझ है? സിമ്പിൾ ആണ്. आप ये सही है, हल्का है. ഈ ഫേവറേറ്റ് സിന്നുകളും ये जो आपके मनपसंद पाप है, ഈ പെറ്റ് സിന്നുകളും आपके प्यार करने वाले पाप, അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ പോലും പറ്റാതെ നിന്നെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. आप मन उसको कबूल करके छोड़ नहीं पा रहे, उतना ही उसने आपको पकड़ के रखा है. എന്നാ അത് നിന്നെ പിടിച്ചത്? उसने आपको कब पकड़ा था? ആദ്യമേ അത് നിന്നെ പിടിച്ചിട്ടില്ലായിരുന്നു. पहले उसने आपको नहीं पकड़ा था. ആദ്യം നീ അതിനെ തൊട്ടു. पहले आपने उसको छुआ. ആദ്യം നീ അതിനെ പിടിച്ചു. पहले आपने उसको छुआ. അതിനെ നിന്റെ അകത്ത് വളരാൻ നീ അനുവദിച്ചു. और आपने अनुमति दिया कि आप उसको अपने अंदर बढ़े. ഇന്ന് അത് നിന്നെ കയറി പിടിച്ചിരിക്കുകയാണ്. आज उसने आपको पकड़ के रखा है. യേശുവിന്റെ നാമത്തിൽ यीशु के नाम से ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ इस वचन सुनते समय में പാപം, ഭാരം, സകല പാപങ്ങളും വിട്ടുകളഞ്ഞ് ഓടാനുള്ള കരുത്ത് നിങ്ങളുടെ ആത്മജീവിതത്തിലേക്ക് വരട്ടെ. Receive the anointing of Holy Spirit. सारे पापों को छोड़ के आत्मा के दौड़ को आगे भागने के लिए एक अभिषेक आपके ऊपर आ जाए. Hallelujah. हालेलुया. വലിച്ചിളക്കണം അതിനെ. उसको आपको फेंक देना है. മുറുകെ പറ്റുന്ന പാപത്തിന് ഞാൻ ഇന്നലെ രാത്രി ഒരു പേരിട്ടു. ऐसे उलझाने वाले पाप को कल रात को मैंने एक नाम दिया, സ്പിരിച്വൽ ക്യാൻസർ. आत्मिक कैंसर. ആമേൻ. ക്യാൻസറിന്റെ പ്രത്യേകത അറിയത്തില്ലേ? कैंसर का खासियत आप जानते हो? അനാവശ്യമായ വളർച്ചകൾക്കാണ് ക്യാൻസർ എന്ന് പറയുന്നത്. वो जरूरी के बिना जो बढ़ते हैं वैसे बढ़ोतरी को कैंसर बोलते हैं. അനാവശ്യമായ ഗ്രോത്ത് എന്റെ ശരീരത്തിൽ ഉണ്ടായാൽ, जो जरूरी के बाहर बढ़ोतरी हमारे शरीर में हुआ तो അതിന്റെ ആവശ്യമായ ഗ്രോത്തിനെ പിടിച്ച് മുറുക്കി കളയും. वो मेरे जरूरी बढ़ोतरी को बांध देता है. हालेलुया. നിന്റെ സ്പിരിച്വൽ ഗ്രോത്തിനെ നശിപ്പിക്കുന്ന അനാവശ്യമായ ബന്ധങ്ങൾ, അനാവശ്യമായ ഗ്രോത്തുകൾ ഇന്ന് പകൽ വചനത്തിന്റെ റേഡിയേഷൻ അടുപ്പിച്ചു, വചനത്തിന്റെ കീമോ അടുപ്പിച്ചു ഇന്ന് പകൽ അതിനെ ഒരുക്കി കളയട്ടെ. आपके आत्मिक बढ़ोतरी को, सही बढ़ोतरी को रोक देने वाले जरूरत के बिना जो कैंसर है, आत्मिक कैंसर है, वो आपके जीवन से आज जल जाए वचन के रेडिएशन के द्वारा. എത്ര പേർക്ക് ഇന്ന് പകൽ അങ്ങനെ റേഡിയേഷൻ വേണം? आप में से कितने लोग वैसा एक रेडिएशन चाहते हैं? എത്ര പേർ അങ്ങനെ ദൈവത്തിന്റെ ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുന്നു? आप में से कितने लोग वैसे परमेश्वर के रिश्ता को आपके जीवन में रखना चाहते हैं? നമ്മുടെ ചർച്ച പ്രത്യേകതയുള്ള ചർച്ച. हमारा कलीसिया एक खास कलीसिया है. എനിക്ക് കുറെ പിന്മാറ്റക്കാരായ വിശ്വാസികളെ വേണ്ട. मुझे ऐसे कुछ पीछे हट जाने वाले विश्वासियों की जरूरत नहीं है. എനിക്ക് വചനത്താൽ ശിക്ഷിക്കപ്പെട്ട് വളർത്തപ്പെടുന്ന ഒരു തലമുറ ആവശ്യമുണ്ട്. वचन के द्वारा शिक्षा किए देने वाले कुछ बढ़ने वाले लोगों की जरूरत है. അങ്ങനെ കൊതിയുള്ളവർ ആ കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിച്ച്, ऐसे चाहने वाले लोग हाथों को उठाकर पुकारे यीशु. അങ്ങനെ നിന്റെ ഫേവറേറ്റ് സിന്നുകളെ നിനക്ക് നശിപ്പിക്കണമെങ്കിൽ, अगर आप आपके प्यार करने वाले पापों को मार डालना चाहते हैं तो you need a complete surrender. आपको एक परिपूर्ण समर्पण की जरूरत है. Ongoing surrender. आपको लगातार लेके चलने वाला एक समर्पण की जरूरत है. തുടർമാനം സമർപ്പിക്കപ്പെട്ട ജീവിതം. लगातार 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 समर्पण किया हुआ एक जीवन. കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രസംഗിച്ച പ്രസംഗം ഓർമ്മയുണ്ടോ? पिछले हफ्ते में मैंने आपको बोला हुआ प्रचार याद है? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. मन को नया बना के बनना है. ആമേൻ. നിന്റെ ശരീരത്തെ ജീവനും വിശുദ്ധിയും യഹോവയ്ക്ക് പ്രസാദമുള്ള യാഗമായി നീ യാഗപീഠത്തിൽ അർപ്പിക്കണം. अपने शरीर को एक जीवन के साथ और पवित्रता के साथ एक बलि के रूप में परमेश्वर की उपस्थिति में समर्पण करना है. അബ്രഹാം ഒരുക്കിയ ബലിപീഠത്തിൽ ഇസഹാക്ക് കയറി കിടന്നതുപോലെ, जैसे अब्राहम ने बनाया वो बलि के वेदी के ऊपर इसाक जाके लेट गया था. സ്വർഗമൊരുക്കുന്ന ബലിപീഠത്തിൽ അവന്റെ മകനായി അവന്റെ മകളാൽ കയറി കിടക്കാൻ പരിശുദ്ധാത്മാവ് നിന്നെ വിളിക്കുന്നു. वैसे जैसे परमेश्वर ने तैयार किया हुआ बलि के वेदी के ऊपर उसका बेटा उसकी बेटी बनकर लेटने के लिए परमेश्वर आपको बुला रहे हैं. രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. दो और बातों को बोलकर 5 मिनट के अंदर मैं आपके लिए प्रार्थना करना चाहता हूं. ക്രിസ്ത്യൻ ജീവിതം മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നയാളാണെങ്കിൽ, अगर आप चाहते हैं कि एक मसीही जीवन को अपने जीवन में संभालें, നിങ്ങൾ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. आप दुनिया को और दुनिया के बातों
लोगों को प्यार न करें, കാര്യം ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. क्योंकि दुनिया का प्यार जो है परमेश्वर का विरोध करता है. നിനക്ക് ലോകത്തെയും കർത്താവിനെ ഒരേ സമയം പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. आप दुनिया को और प्रभु को साथ में प्रसन्न नहीं कर पाओगे. മനുഷ്യരെയും ദൈവത്തെയും ഒരുപോലെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. मनुष्य को और परमेश्वर को साथ में एक समान प्रसन्न नहीं कर पाओगे. യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. प्रभु यीशु ने एक बार ऐसे बोला, ഈ ലോകം നിങ്ങളെ പകയ്ക്കും. ये दुनिया आपको नफरत करेंगे. നിങ്ങളെ ദൈവം ലോകം നിങ്ങളെ പകയ്ക്കാൻ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. दुनिया आपको नफरत करने के लिए आपको कुछ खास नहीं करना है. നിങ്ങൾ നല്ല ശിഷ്യനായി മാറിക്കൊണ്ടിരുന്നാൽ മാത്രം മതി. आप एक अच्छा चेला बनते रहना. ഓട്ടോമാറ്റിക്കലി अपने आप നിന്റെ സമൂഹം നിന്നെ ഒഴിവാക്കിക്കൊള്ളും. आपका समाज आपको विरोध करेंगे. നിന്റെ കുടുംബക്കാർ നിന്നെ ഒഴിവാക്കിക്കൊള്ളും. आपके घर वाले आपको हटा देंगे. നിന്റെ ഫ്രണ്ട് സർക്കിൾ നിന്നെ ഒഴിവാക്കിക്കൊള്ളും. आपके दोस्त लोग आपको हटा देंगे. നിങ്ങൾ ലോകത്തെ സ്നേഹിക്കരുത്. आप दुनिया से प्यार ना करें. ഹല്ലേലൂയ. हालेलुया. എത്ര പേര് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കും? कितने लोग आज सुबह में प्रार्थना करेंगे? ഓ ശരബകതലരബരിയാന്ദേ. ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. दुनिया का प्यार परमेश्वर का शत्रु है. ഒരേ സമയം മാമോനെയും ദൈവത്തെയും സേവിക്കാൻ പറ്റത്തില്ല. एक ही समय में मामोन का या पैसों का और परमेश्वर का प्यार नहीं कर सकते. തമ്പുരാൻ ഒരു പുതിയ തലമുറയെ വേണം. प्रभु को एक नई पीढ़ी का जरूरत है. വില കൊടുക്കുന്ന ശിഷ്യന്മാരെ ആവശ്യമുണ്ട്. मोल देने वाले चेलों का जरूरत है. എത്ര പേര് ഇന്ന് രാവിലെ അങ്ങനെ പ്രാർത്ഥിക്കും? कितने लोग आज सुबह में ऐसे प्रार्थना എന്നോട് करेंगे? പരിശുദ്ധാത്മ പറയുന്നു ചിലരുടെ മേൽ അങ്ങനെ ഒരു അഭിഷേകത്തെ ദൈവാത്മ വിടാൻ പോകും. पवित्र आत्मा मुझे बोल रहे हैं कि कुछ लोगों के ऊपर परमेश्वर ऐसा एक अभिषेक को दे रहा है. യേശുവേ എന്ന് വിളിക്കാമോ? कितने लोग बोल सकते हैं यीशु? വായ്കൾ തുറന്ന് വിളിക്കാമോ? യേശുവേ. मुंह खोल के पुकारे यीशु. അവസാനമായി ഒരു കാര്യം കൂടെ പറയാം. आखिरी में एक और बात मैं बताता ഞാൻ हूँ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. मैं आपके लिए प्रार्थना करता हूँ. നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, अगर आप प्रभु से प्यार करना चाहते हैं, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം ബാലൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, आप आपके मसीही जीवन को आप स्तर रखना चाहते हैं, तो നിങ്ങൾ ഒരിക്കലും സമ്പത്തിനെ സ്നേഹിക്കരുത്. आप कभी भी पैसों से प्यार ना करें. സമ്പത്തിന്റെ പുറകെ പോകരുത്. आप धन के पीछे ना जाएं. സമ്പത്ത് നിങ്ങളെ നിയന്ത്രിക്കരുത്. धन आपका नियंत्रण ना करें. സമ്പത്തിനെ നിങ്ങൾ നിയന്ത്രിക്കണം. पैसों का आप नियंत्रण करें. ആമേൻ. പൈസ നിയന്ത്രിക്കുന്ന ഒരുത്തൻ ഒരിക്കലും കർത്താവിന് പുറകെ പോകാനൊക്കത്തില്ല. पैसों का नियंत्रण करने वाला एक व्यक्ति कभी भी प्रभु के पीछे नहीं हो सकते हैं. ഹല്ലേലൂയ. हालेलुया. എന്നാൽ പണത്തെ നിയന്ത്രിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? कि पैसों का नियंत्रण करने वाला कोई यहाँ पे है? ഞാൻ ഉറപ്പ് തരാം, मैं आपको पूरा यकीन देता हूँ. നീ കോടികളെ നീ നിയന്ത്രിക്കാൻ പോവുകയാണ്. आप करोड़ों को नियंत्रित करने जा रहे हो. നീ ലക്ഷങ്ങൾ കോടികളെ നീ നിയന്ത്രിക്കാൻ പോവുകയാണ്. लाखों करोड़ों पैसों को आप नियंत्रित करने जा रहे हो. ഹല്ലേലൂയ. हालेलुया. നമുക്ക് ചെറിയ ചെറിയ ഫിനാൻഷ്യൽ സാക്രിഫൈസ് ചെയ്യാൻ നമുക്കറിയാം. हम जानते हैं कि छोटा आर्थिक बलि चढ़ाना जानते हैं. കഴിഞ്ഞ आഴ്ച ഞാൻ അത് ഓർമ്മിപ്പിച്ചിരുന്നു. पिछले हफ्ते में मैं बोला था, 10,000-10,000 ഇരിക്കുന്ന പേഴ്സിൽ നിന്നും ഒരു 10 രൂപ എടുത്തു കൊടുക്കാൻ എനിക്ക് ഒരു പ്രശ്നവുമില്ല. 10,000 रुपए जैसे बटुए के अंदर है, उसमें से 10 रुपए का नोट निकाल के देना मुझे मेरे लिए कोई दिक्कत. ചെറിയ ചെറിയ ഫിനാൻഷ്യൽ സാക്രിഫൈസ് നമുക്കറിയാം. छोटा पैसों का जो बलि है हम जानते करने के പക്ഷെ लिए. ക്രൈസ്റ്റ് സെന്റേർഡ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് बल्कि मसीह केंद्रित जीवन मतलब क्या है? വലിയ ഫൈനാൻഷ്യൽ സാക്രിഫൈസിനായി നിന്നെ ഒരുക്കുന്നതാണ്. बड़े आर्थिक बलि के लिए आपको तैयार करता है. നിങ്ങൾ ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. आप कुछ नहीं बोल रहे हैं. വലിയ ഫൈനാൻഷ്യൽ സാക്രിഫൈസിനായി നിന്നെ ഒരുക്കുന്നതാണ്. एक बड़ा सा आर्थिक बलि के लिए आपको तैयार करता है. ഹല്ലേലൂയ. हालेलुया. കർത്താവിനോട് ചോദിച്ചു, प्रभु ने मुझे पूछा, if I am the master in your life, अगर मैं तेरे जीवन में मालिक हूं तो what you will give? तो मुझे क्या देगा? 10 രൂപ, 10 रुपए, 100 രൂപ? 100 रुपए? ഞാൻ കർത്താവിനോട് പറഞ്ഞു, मैंने प्रभु से बोला, എന്റെ പേഴ്സും എന്റെ ബാങ്കും എന്റെ ATM കാർഡ് മൊത്തം തന്നേക്കുന്നു. मैंने बोला प्रभु मेरा बटुआ, मेरा बैंक, मेरा ATM कार्ड पूरा मैं तेरे हाथों में देता हूं. എന്റെ ലൈഫിൽ आपके जीवन में ആഗ്രഹിക്കുന്നു ഒരു ബാലൻസ്ഡ് ആയ ക്രിസ്ത്യൻ ലൈഫ്? क्या आप चाहते हैं एक संभाला गया एक मसीह जीवन को? കണ്ണടച്ച് പ്രാർത്ഥിച്ച് आंखें बंद करें और प्रार्थना करें. എത്ര പേര് രാവിലെ പ്രാർത്ഥിക്കും? कितने लोग आज सुबह में ഒരു प्रार्थना അഭിഷേകം करेंगे? ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേൽ വ്യാപരിക്കുന്നു. हमें देखने वाले सबके ऊपर एक अभिषेक मंडरा रहा है. ഓൺലൈനിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേൽ ദൈവത്തിന്റെ ശക്തിയുടെ പകർച്ച നടക്കുന്നു. ऑनलाइन में हमें देखने वाले सबके ऊपर परमेश्वर के सामर्थ का एक बहाव हो रहा है. അല്പസമയം അന്യഭാഷയിൽ സംസാരിച്ചാട്ടെ. कुछ समय अन्य भाषा में प्रार्थना
प्रार्थना करें। രാവിലെ കർത്താവിന്റെ ദാസൻ എബി പാസ്റ്റർ നമ്മോട് സംസാരിച്ചു. आज सुबह में प्रभु के दास एबी पास्टर ने हमसे बात किया। മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? हे मनुष्य के पुत्र, ये जो सूखे हड्डी है, क्या वो जीवित होंगे? നിന്റെ അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം വരുമോ? आपके परिस्थिति का कोई बदलाव हो सकता है? ഞാൻ പറയാം, നിശ്ചയമായിട്ടും വരും. मैं आपसे कहता हूँ कि जरूर होगा। നീ ഒരു നല്ല ശിഷ്യനാണെങ്കിൽ, अगर आप एक सही अच्छे चेला है तो താഴ്വരകളിലും നീ ദൈവത്തിന്റെ അത്ഭുതം കാണും. तराई के अंदर भी आप परमेश्वर के चमत्कार को देखोगे। അല്പസമയം എല്ലാവരും പ്രാർത്ഥിച്ച് कुछ समय सब लोग प्रार्थना करें। അവരുടെ ലൈഫിൽ മുറുകെ പറ്റുന്ന പാപങ്ങളെ അവൻ പൊട്ടിച്ചു കളയുന്നു. किसी के जीवन में परमेश्वर उलझाने वाले पापों को तोड़ रहे हैं। ഈ ലൈവിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില ആ സഹോദരന്മാരുടെ ചില സഹോദരിമാരുടെ അഡിക്ഷനുകളെ അവൻ പൊളിച്ചു മാറ്റുന്നു. इस लाइव के अंदर हमें देखने वाले कुछ भाई बहनों के जीवन में एडिक्शन को परमेश्वर तोड़ दे रहा है। മനഃപൂർവ്വമായി നിന്നെ തോൽപ്പിക്കുന്ന മേഖലകളിൽ നിന്നും ദൈവം നിന്നെ രക്ഷിക്കുന്നു. जानबूझ के आपको हरा देने वाले कुछ बातों से परमेश्वर आपको उद्धार दे रहा है। ബന്ധനത്തിലാക്കി കളയുന്ന പാപങ്ങളിൽ നിന്ന് നീ പുറത്തു വരുന്നു. आपको बंधन में डालने वाले पापों से आप बाहर आ रहे हो। നീ മറ്റുള്ളവരിൽ നിന്നും ഹൈഡ് ചെയ്ത് സൂക്ഷിക്കുന്ന നിന്റെ വേറെ ഡ്യുവൽ ക്യാരക്ടറിനെ ദൈവം ഇന്ന് പകൽ പൊട്ടിക്കുന്നു. आप दूसरों से छुपा के रखने वाले आपके दूसरे स्वभाव को परमेश्वर तोड़ रहे हैं। നമുക്കൊന്ന് റീസറണ്ടർ ചെയ്യാം. हम फिर से परमेश्वर के आगे समर्पण करें। നമുക്കൊരിക്കൽ കൂടെ അവന്റെ സമ്പത്തിൽ സമർപ്പിക്കാം. हम फिर से परमेश्वर के आगे अपने आप को समर्पण करें। ഒന്നുകൂടെ ആ ക്രൂശിനെ നോക്കി യെസ് എന്ന് പറയാം. फिर से उस क्रूस को देखकर बोले, प्रभु हाँ। ഫറാങ്ങേക്കാൾ വേറെ ഒന്നിനെയും ഞാൻ സ്നേഹിക്കത്തില്ല എന്ന് പറയാമോ? क्या बोल सकते हैं प्रभु को देखकर कि प्रभु मैं तुझसे ज्यादा कुछ और बात से प्यार नहीं करता കരങ്ങളെ हूं। ഉയർത്തി उस हाथ को उठाकर, അങ്ങേക്കാൾ വേറെ ഒന്നിനെയും ഞാൻ സ്നേഹിക്കില്ല യേശുവേ. आपसे ज्यादा और किसी से भी मैं प्यार नहीं करूंगा प्रभु। ഓടാബാ ശഠബാദാബാ. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. കരങ്ങളെ ഉയർത്തി അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. ഒരിക്കൽ കൂടെ അങ്ങേക്കാൾ, फिर से അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെ